ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ രാവിലെ ഞങ്ങൾ ചീമച്ചക്ക പറിക്കാനായിട്ട് തുടങ്ങുകയാണേ. അപ്പം നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ചീമച്ചക്കയുടെ. അപ്പോൾ അത് പറിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ചേച്ചി ചോദിച്ചതേ ഉള്ളൂ, ചീമച്ചക്കയൊക്കെ പറിച്ചോ എന്നൊക്കെ ചോദിച്ചതേ ഉള്ളൂ. ഇന്നാണ് ആദ്യമായിട്ട് പറിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമുക്കും കുടുംബത്തോട്ടും പിന്നെ മണിയമ്മയുടെ അങ്ങോട്ടും കൂടെ ആയിട്ട് പറിക്കുന്നത്. ഞങ്ങളിത് പറിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ വീഴാതെ ഇവിടെ നിന്ന് പൈപ്പ് കൊണ്ട് ചേട്ടൻ വലിച്ചു. ഞാൻ ഈ ബക്കറ്റ് വെച്ച് പിടിച്ചു, അതുകൊണ്ട് തന്നെ താഴെ പറമ്പിൽ ഇറങ്ങേണ്ടി വന്നില്ല. താഴെ പറമ്പ് മുഴുവനും കാടാണ്. രണ്ടെണ്ണം പറിച്ചേ. ആദ്യത്തെ വിളവെടുപ്പ്. ചീമച്ചക്ക കറി വെക്കാനായിട്ട് ഇന്നാളൊരു ദിവസം ഞാൻ എടുത്തത് പക്ഷേ ഉണ്ടല്ലോ, അന്ന് അത്ര വിളഞ്ഞ ചീമച്ചക്ക അല്ലായിരുന്നേ. അതുകൊണ്ട് ആ കറിക്ക് ഇച്ചിരി കൊണ്ട് കൊഴുപ്പ് കുറവായിരുന്നു. ഇന്ന് നമ്മുടെ സ്വന്തം മരത്തേലയാകുമ്പോഴത്തേക്ക് ഒരിക്കലും സന്തോഷം കൂടെ ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ നട്ട് നമ്മൾ വളമിട്ട് വെള്ളം ഒഴിച്ച് വളർത്തിക്കൊണ്ട് വന്ന ചീമപ്ലാവയിൽ ആദ്യത്തെ ചക്ക പറിച്ച് മുളകിനൊക്കെ ഭയങ്കര വിലയാണ്. 2-3 പേര് ഞാൻ ഇതിൽ റോഡ് അച്ഛനെയൊക്കെ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു ചേച്ചി കടയിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ഞാൻ ചേച്ചി എവിടെ പോയെന്നറിയാം, എൻ്റെ കൊച്ചെ ഇച്ചിരി പച്ചമുളക് മേടിക്കാൻ പോയതാണ്, എന്നാ വിലയാണ്, ഞാൻ മേടിക്കാതെ തിരിച്ചു പോകുന്നെന്ന്. അപ്പം നമ്മൾ കണ്ടോ, നമ്മുടെ സ്വന്തം പച്ചമുളകിൽ നിന്ന് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള മുളകൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ നേരത്തെ ഉണ്ടല്ലോ കുറച്ചൊക്കെ നട്ടൊക്കെ വെക്കാമെങ്കിൽ ഈ മുളകൊന്നും മഴ സമയത്ത് പ്രശ്നമില്ല കേട്ടോ. പയർ, ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പച്ചക്കറി നമ്മൾ നട്ടാൽ പോകുന്നത്. ഈ പച്ചമുളകും പിന്നെ കാന്താരി ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ നട്ടാൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഞാൻ ഉപ്പ് കുറച്ചിട്ട് എന്നാന്ന് ചോദിച്ചാൽ ചീമച്ചക്ക വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്താണ്. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ എന്നാ നട്ടിലേലും ഒരു പച്ചമുളകോ ഒരു കാന്താരിയോ, കാന്താരി പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് എനിക്ക്, എന്നാലും ഞാനിങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കും. ഇതിനകത്ത് നമ്മുടെ പച്ചമുളകും കൂടെ കീറിയിടട്ടെ. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, ഇതിനകത്തോട്ട് പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്. എൻ്റെ പച്ചമുളകിൽ പച്ചമുളകൊക്കെ പഴുത്തു പോയെന്നേ, ഒരു പഴുത്തൊന്നും കൂടി ഇടാം. കാര്യം കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് മേടിച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു. ചേട്ടൻ ചിലപ്പോൾ പച്ചക്കറി മേടിക്കുമ്പോൾ അതിനോട് പച്ചമുളക് കൂടെ മേടിച്ചുകൊണ്ട് വരും. ഒന്നുകൂടെ ഇടാം. ഞാൻ വേറെ കുറേ തൈയൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. മഴയൊക്കെ മാറുമ്പോഴത്തേക്ക് അത് ശരിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിവിടെ കിടന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ സവോളയെല്ലാം നല്ലപോലെ വഴറ്റി കേട്ടോ. വഴറ്റി നമ്മുടെ ചീമച്ചക്ക ഞാൻ കുക്കറിലോട്ട് വെച്ചായിരുന്നേ, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ പുത്രൻ പോകാനായിട്ട് റെഡിയാവുമല്ലേ, ഇച്ചിരി താമസിച്ച് പോയെങ്കിൽ പറയും അമ്മയുടെ കുഴപ്പമാണ്. നല്ലപോലെ വെന്ത് കേട്ടോ. എനിക്കത് കണ്ടിട്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അറിയാം കറി നല്ലതാവോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം. നല്ലപോലെ വെന്ത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചത് ഞാൻ ഇച്ചിരി പൊട്ടായിരുന്നത്. ഒന്നാമത് ചീമച്ചക്കയൊക്കെ വിളയാറാകുന്നതേ ഉള്ളൂ. ചിലർ ഈ കച്ചവടത്തിന് വേണ്ടിയുണ്ടല്ലോ പൊട്ട് കൊണ്ടുവച്ചേക്ക്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും അങ്ങ് മേടിക്കുകയും ചെയ്യും. നമ്മളും മേടിക്കും കേട്ടോ, എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും മേടിക്കും. കൊണ്ടുവരുമ്പോഴായിരിക്കും വിളഞ്ഞല്ലെന്ന് മനസ്സിലാകുന്നത്. ഇതിലേക്ക് 2ാം പാലാണ് ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് ഒഴിച്ച് എന്നാന്ന് ചോദിച്ചാൽ അതിനകത്തെ അരപ്പും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി. എന്നോട് എമ്മി കിച്ചൻ പറഞ്ഞ് ഇത് തീയിൽ വെക്കാൻ നല്ലതാണ്. ആ തീയിൽ വെക്കാൻ നല്ലതാണ്. പക്ഷേ ഇവർക്കുണ്ടല്ലോ ഈ മപ്പാസ് വെക്കുന്നതാണ് കൂടുതലിഷ്ടം. ചപ്പാത്തി ഇതും ഭയങ്കര ഇഷ്ടം അവർക്ക്. നല്ലപോലെ വെന്ത് കേട്ടോ. ഇത് വെന്താലേ ഉള്ളൂ കേട്ടോ ഈ കറിക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ. എന്നാന്ന് വെച്ചാൽ ഒരു കുറുക്കം കിട്ടും അന്നേരം. അല്ല ഉണ്ടല്ലോ ഒരുമാതിരി വെള്ളം വിട്ടിരിക്കും. അന്ന് ഞാൻ ചപ്പാത്തിയിലോട്ട് ഒഴിച്ചപ്പം കണ്ടപ്പം മനസ്സിലായി കാണുമായിരിക്കും എല്ലാവർക്കും. പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആയതുകൊണ്ട്. അട്ടൂട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വരാൻ സമയമായില്ല. ഇതൊന്നും കൂടെ ഒന്ന് തിളച്ച് ഇതിനകത്തോട്ട് 1ാം പാൽ കൂടെ ഒഴിക്കണം. അവർ റെഡിയായോ? ഇന്ന് നീ യൂണിഫോം
യൂണിഫോം ആണോ? നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം മാത്രമല്ലേ ഇത്? പിന്നെ വെള്ളിയും ബുധനും വേണോ? ഒന്നേക്ക് എന്തിനാടോ? അങ്ങനെ അയ്യേ അതന്നെ. അപ്പോൾ കുറേ പേര് ഈ യൂണിഫോം, കുറേ പേര് മറ്റേത്. നീ ഒരു ദിവസം അല്ലേ ഉള്ളടാ മറ്റേ ആ യൂണിഫോം ഇട്ടത്, ആ ബ്ലൂവും വൈറ്റും? ആ വേറെ ഉണ്ടായിരുന്നല്ലോ, വേറെ ഉണ്ട്. നീക്ക് ഏതൊന്നും ഒഴിക്കട്ടെ. നമ്മുടെ ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഉപ്പൊക്കെ വേണമെന്ന് കൂടെ നോക്കട്ടെ. അട്ടൂട്ടനെപ്പോൾ അവിടെ എണീറ്റ് വരുവേ ഉപ്പ് നോക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക്. ഞാൻ നോക്കിയോളാം, ഉപ്പ് നീ നോക്കാൻ വരണ്ട. എനിക്ക് ഉപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിനക്ക് ഉപ്പ് വെക്കാൻ തരാം. ഉപ്പൊക്കെ കറക്റ്റ് കേട്ടോ. ഉപ്പ് വേറെ ഇറക്കണ്ട. നോക്കി നീ ഇത് തിളക്കണ്ട, ഓഫ് ചെയ്താൽ മതി. ഉപ്പില്ലടി എന്നാ? ഉപ്പൊക്കെ ഉണ്ട്. പോ പെണ്ണെ, ഇനി ഉപ്പിട്ട് ഭയങ്കര ഉപ്പായി പോകും. ചീമച്ചക്ക വേവിച്ചപ്പോൾ ഞാൻ അതിനകത്തേക്ക് മല്ലിപ്പൊടി, വെജിറ്റബിൾ മസാലപ്പൊടി, ഉപ്പ് മാത്രം ചേർത്താണ് വേവിച്ചത്. ശകലം വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിച്ചാണ് എടുത്തത്. ഞാനത് എന്നൊക്കെ ചേർത്ത് വേവിച്ചതെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇങ്ങനെ നമ്മുടെ കറി സെറ്റായി കണ്ടോ. ഇന്ന് സമയം തന്നെ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാം റെഡിയായി. ഞാനിവിടെ വിളമ്പി വെച്ചിട്ട് സമയം 5-10 മിനിറ്റായി. അപ്പോൾ 7 മണിക്ക് മുന്നേ ഞാൻ ഫുഡ് റെഡിയാക്കി ഇനിയേലും ഒന്ന് കഴിക്കാനായിട്ട് ഇരിക്കുവോ? അയ്യോ, ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. കറി അത് തേങ്ങാപ്പാൽ മാത്രം ചേർത്താൽ മതി. സമയം നീ നോക്ക്. നീ എന്നോട് പറഞ്ഞത് ഞാൻ 7:30 എന്നാ നീ കഴിക്ക് ഇരുന്നെങ്കിൽ. അത് തണുത്തു ഞാൻ വിളമ്പി വെച്ചത്. അയ്യോ, ഒട്ടും ചൂടില്ല, തണുത്തത്. കണ്ടോ, ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര ചൂടാന്ന് പറഞ്ഞ് കൈ മാറ്റി. ഞാൻ ഓഫ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടല്ലോ അവൻ പെട്ടെന്ന് അതിനകത്തിട്ട് കുഴച്ചെടുക്കുന്നതിന് ആരാ മുതലെന്നറിയാമോ? ഞാനും എൻ്റെ പുത്രിയും കൂടെ ഇനി കഴിക്കാൻ തുടങ്ങുവാണേ. ചേട്ടൻ കഴിച്ചു പോയ പാത്രമാണ് അത് സൈഡിലൊക്കെ കറി കാണുന്നത്. ഇപ്പോൾ കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ, ചീമച്ചക്ക കണ്ട നല്ല കറിയാണെങ്കിൽ അത് ഒഴിച്ചെടുത്ത് കിടക്കും. അത്രയ്ക്ക് നല്ല കറിയായിരിക്കും. അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. വേഗം കഴിക്കും, സമയം ഒരുപാടാവുന്നു കേട്ടോ. സമയം പോകും, പെട്ടെന്ന് കഴിച്ചു. ഇവിടെ കറണ്ടും ഒക്കെ പോയി കേട്ടോ. കറണ്ടൊന്നും ഇല്ലല്ലോ. മഴ ഇടി മുഴങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം മീൻ മേടിച്ചോണ്ട് വന്നേ. ആറ്റുവാളയാ പറഞ്ഞു. മീനൊക്കെ ഭയങ്കര വിലയാ ദൈവമേ, ഭയങ്കര വില. എന്നാ മീൻ മേടിച്ചാലും ഭയങ്കര വിലയാണ്. ഞാൻ കഴുകിയൊക്കെ എടുത്ത് കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കറി വെക്കുകയും കുറച്ച് വറുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം പീസാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴുകി എടുത്താൽ മാത്രം മതി. അതിലൊന്ന് കഴുകിയൊക്കെ എടുക്കട്ടെ. മഴയാണ്, വെളിയിൽ വലിയ ശക്തിയുമില്ല. എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞ് ഞാൻ വേറെ കുറച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അച്ചു വന്നിട്ടുണ്ടേ. അച്ചുവിന് ക്ലാസ് ഇല്ല. അവരുടെ സ്കൂളിൽ ഇപ്പം അഡ്മിഷൻ്റെ ഒക്കെ ഇല്ലേ, +1 അതിൻ്റെ ഇതൊക്കെ ആയിക്കൊണ്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ക്ലാസ്സില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്. അപ്പം വന്ന് ഡ്രസ്സൊക്കെ മാറിയിടാനായിട്ട് പോയേക്കുന്നു. അപ്പം ഞാനിത് ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചത്. ശർക്കര പാനിയാക്കി വെച്ചേക്കുന്ന കേട്ടോ. കട്ടൻ കാപ്പി ഒന്നും ഇല്ല. എന്നാന്നറിയോ, വൈകുന്നേരം ഞങ്ങൾക്ക് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോണ്ടായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ ചേട്ടൻ ഏത്തപ്പഴം മേടിച്ചോണ്ടു. അന്നേരം പറഞ്ഞ് പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പഴംപൊരി ആയിട്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇനി അത് എടുത്ത് വെച്ചിട്ട് നാളെ കഴിക്കാൻ അരിവുള്ളത് ഇരിക്കുന്നുണ്ട്. അത് ഇനി നാളത്തേക്ക് അപ്പത്തിന് വല്ല എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജോമ എന്നോട് ചോദിച്ചായിരുന്നു കണ്ണൻ്റെ പേരെന്താന്ന്. കണ്ണൻ്റെ പേര് സായന്തം കേട്ടോ. സാന്ദ്രൻ സായന്തും, അതാണ് ഇവർ രണ്ടുപേരുടെ പേര്.
പ്ലാൻ ചെയ്തുള്ള പേരൊന്നുമല്ല കേട്ടോ. അച്ചുവിന് പേരിട്ടത് എൻ്റെ മൂത്ത ആങ്ങളയാണ്. ചേട്ടായിക്ക് പെൺപിള്ളേരില്ല, അതിന് ചേട്ടായി ഇട്ട പേരാണ് സാന്ദ്ര. പിന്നെ സാന്ദ്രയുടെ പേര് കഴിയുമ്പോഴത്തേക്ക് അതിനോട് ചേരുന്ന ഒരു പേര് വേണമല്ലോ അവന് ഇടാനായിട്ട്. അപ്പം അവൻ അന്നേരം സായന്തെന്ന് പേര് വന്നു. സായന്ത് ബാബു, സാന്ദ്ര ബാബു പേര് തമ്മിൽ ചേരുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഞങ്ങൾ അച്ചുവെന്നും കണ്ണാന്നും വിളിക്കും. നമുക്ക് മീൻകറി കൂടെ വെക്കാനുണ്ട്. ഞാൻ രണ്ടുമൂന്ന് വെളുത്തുള്ളി ചതച്ചോണ്ട് വരട്ടെ. ഈ ആറ്റുവാഴ ഉണ്ടല്ലോ, നല്ല രുചിയുള്ള മീനാണ് ആറ്റുവാഴ. നല്ല നെയ്യും ഒക്കെ ഉണ്ട് ഇതിന്. നമ്മുടെ സാധാരണ മീൻകറിയാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് എപ്പോഴും ഈ മീൻകറി ഇവിടെ ഇവർക്ക് ഇഷ്ടം ഇതാന്ന് തേങ്ങ അരച്ച് വെക്കുന്നതോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കുന്ന കറിയൊക്കെ. ഈ അച്ചു കഴിക്കത്തില്ല. പിന്നെ ചേട്ടനാണേലും ഈ മുളക് ചേർത്ത കറിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്ന കറിയൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ ആറ്റുവാളയൊക്കെ തേങ്ങ അരച്ച് കറി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മുളകിട്ട് കറി വെക്കുന്നതാണ് നല്ല കേട്ടോ. അതിന് രുചി. ഭയങ്കര ഇടിമഴക്കൊക്കെ ആയിരുന്നു. മഴ ഇപ്പൊ പെയ്യുന്ന പോലൊക്കെ വന്നു. അപ്പൊ ഒന്നും കണക്കൊന്നുമില്ല. തിളക്കട്ടെ. തിളച്ചേച്ച് നമുക്ക് മീൻ അതിലേക്ക് ഇടാവേ. പിന്നെ നമ്മുടെ ലിജോ ഇന്നലെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എവിടെ ആയിരുന്നു എന്ന് അറിയാൻ ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഇനി ഒന്നുകൂടി നോക്കണം, കമന്റൊക്കെ എടുത്ത് നോക്കണം, റിപ്ലൈ വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം ലിജോ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒക്കെ തിരക്കായിരിക്കും. ഇത് കണ്ടോ, നമ്മുടെ ഇതുപോലത്തെ ഒരു അടപ്പാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. പയറ് വെന്തിനി അതിനെ തേങ്ങയൊക്കെ ചതച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കാണാം. കുട്ടിത്തേവാങ്ക് വന്ന് കയറി ഇരിക്കുന്ന കേട്ടോ. ആരായിരുന്നു നീ ഫോൺ ചെയ്തത്? അവനെ ഞാൻ ശരിക്കും അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ പറയാനായിട്ട് ആന്റി എന്നെയും അവളെ ഒന്ന് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അനുഗ്രഹിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ നിന്നെ ഞാൻ തെറ്റിദ്ധരിക്കാണ്ടിരിക്കുമല്ലോ കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തമാശക്ക് വിളിച്ച് പറയുമ്പോ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച പിന്നെ ഞാൻ നിന്റെ അമ്മയെന്ന് പറയുന്നത് എന്നെ അറിയാം അർത്ഥം ഇരിക്കുന്നത്. നിന്നെ എനിക്കറിയാം. അതുകൊണ്ട് ആരെന്നെ പറഞ്ഞാലും കണ്ണനെ എനിക്കറിയാം. ഇച്ചിരി ശ്രീകൃഷ്ണനാണെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ വേണ്ടാത്ത പണിക്കൊന്നും പോകരുതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉരുവാപ്പൊടി ഒക്കെ ഇടുമ്പോഴേ കറിക്ക് നല്ല മണം വരുന്നത്. നിനക്ക് പിന്നെ പിന്നെ നീ ഇത് കൂട്ടുന്നത് എന്നാന്ന് പറഞ്ഞോ കൂട്ടുന്നേ. ഇതെല്ലാം നല്ല നെയ്യുള്ള മീനാണ്. നല്ല അടിപൊളി കറിയാണ്. നെയ്യുള്ള മീൻ അതുകൊണ്ട് ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും. ചപ്പാത്തി ഒരെണ്ണം ഇപ്പൊ നമ്മുടെ പയറ് തോരൻ റെഡിയായി. മീൻ പറക്കാൻ ഇട്ടേക്കുന്നു. മീൻകറി ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ മീൻകറി സെറ്റായി. നല്ല അടിപൊളി മീൻകറി കേട്ടോ. നല്ല ജയചേച്ചി പറഞ്ഞു നമുക്ക് കറിയൊക്കെ എടുക്കുമ്പോഴേ അറിയാം നല്ല അടിപൊളിയാണില്ല. ഞങ്ങൾ മീൻകറി റെഡിയായി. എനിക്ക് ഒരു മീൻ പറക്കാനും തീ കണക്കുണ്ടായിരുന്നു. ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോണ്ടല്ലോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ്. പോകാൻ വേണോ?
ഉപ്പ് നോക്കലുകാരിയാ ഇവിടുത്തെ ഉപ്പ് നോക്കലുകാരി. മീൻകറി കാണിക്കാതെ ഇത് അടച്ചെടുത്ത് വെച്ചേരും. ഞാൻ അപ്പുറത്തുനിന്ന് മീൻ വറുക്കുന്ന പാത്രമാണ് എടുത്തിട്ടാണെങ്കിൽ മീനും കൂടെ വറുക്കാനൊക്കെ ഇടായിരുന്നു. എന്നെ ചൂട് അടുക്കളയല്ലേ, ഈ മഴയെല്ലാം പെയ്താലുണ്ടല്ലോ നമ്മളെ വേർത്ത് കുളിക്കും കേട്ടോ. ഈ അടുപ്പിലോട്ട് തീയും കത്തിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വേർത്ത് ഒഴുകാനായിട്ട് തുടങ്ങും. അയ്യോ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് അത് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു. അതെന്തെല്ലാം ഗ്ലാസ് ചുറ്റി എടുത്തിട്ടാ ശരിയായത്. അതിന് കൊള്ളില്ല, അതിന് കളയാനേ പറ്റത്തുള്ളൂ. കണ്ടോ നല്ല സെറ്റായിട്ടുള്ള മീൻകറിയല്ലേ കേട്ടോ, അടിപൊളി കറിയാണ്. അപ്പം നമ്മുടെ മീൻകറിയും റെഡിയായി. ഇനി ചോറും കൂടെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, ചോറും കൂടെ തിളച്ചാൽ മതി. ഞങ്ങൾക്ക് ചോറിനാളെല്ലാം സെറ്റാകും. അപ്പം ഞാനിപ്പോൾ നേരം ഫാൻ്റെ കീഴെ പോയിക്കിട്ട് ഒരു രക്ഷയില്ല അടുക്കളയിൽ നിന്നിട്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ മീൻകറി, പയറ് തോരന്, പിന്നെ നമ്മുടെ മീൻ വറുത്തത്, ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ. വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ മൈദ കവറിനകത്ത് കിട്ടിയേക്കുന്നത്, എങ്കിലും ഒന്ന് അരിച്ച് നോക്കിയേക്കാം, ചിലപ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ അറിയില്ല. അരിക്കാൻ തന്നെ അറിയാച്ചുവിനും ഞാനല്ലേ പഠിപ്പിച്ചത്. അതിങ്ങനെ അരിച്ചിട്ടില്ല, പാത്രത്തിൽ മാത്രമായിട്ട് വീഴും. അതങ്ങനല്ല ചെയ്യേണ്ടത്, ഞാൻ പഠിച്ച മറ്റേ പരന്ന അരിപ്പാണ്. ഇതാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. ഞാൻ ഇതൊരു ചെയ്ത് നോക്കിയിട്ടില്ല, അമ്മയെ കൊണ്ട് ജയിച്ചിട്ട്. എന്നാ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. ഒന്നുമില്ല കേട്ടോ. ഈ പാക്കറ്റിലായിരിക്കത്തില്ലല്ലോ, ചിലപ്പോൾ അറിയാനൊക്കെ തരും വല്ലതും ഉണ്ടെങ്കിലും. നിന്നെ കണ്ട കുഴപ്പം വല്ലതും ഉണ്ടോ? പക്ഷെ നീ വിഷം ഉള്ളത് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ, ഉപദ്രവിക്കല്ലേ. സ്കൂളില്ല, നേരത്തെ വിളിക്കരുത്. വിളിക്കും നിന്നെ നാളെ ഞാൻ വെളുപ്പാങ്കാലത്ത്. ഇന്ന് എത്രയോ ദിവസം അച്ഛൻ എന്നും നേരത്തെ വിളിക്കുമായിരുന്നു. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണേ. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നത് അല്ല, നീക്ക് മലപ്പുറം സംഭവിക്കുന്നത്. ഇവിടത്തെ മുഴുവൻ നശിപ്പിച്ചോണ്ടിരിക്കും. ലൈറ്റ് ഒന്നിട്ടിടി, മറ്റേ ലൈറ്റ് കൂടെ ഇട്ടിടി, വെട്ടം കുറവാ. ഇപ്പോഴാണ് വെട്ടമായത്. മറ്റേ സാധനം കൂടുതൽ ഉണ്ടാക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്ലീസ് കൂടുതൽ വേണം, കുറച്ചൊരു മൈദ എടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് ഇളക്കുന്നത്. കൈ കൊണ്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളക്കാൻ പറ്റും. മറ്റേ സാധനം വേണം. ചില സമയത്ത് മുട്ടയൊക്കെ ഞാൻ ചേർക്കും കേട്ടോ. ഇന്നിപ്പോ പഞ്ചസാര മുട്ട ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും മധുരമൊക്കെ തുണി എന്ത് കൈ തുടങ്ങാനായിട്ട് വെച്ചിരുന്നു. തുണി കാണുകയല്ല കേട്ടോ. എടി അങ്ങനെ ഈ നൈറ്റ് തൂക്കുന്ന എല്ലാവരും ഈ രണ്ട് സൈഡിൽ കണ്ട അഴുക്ക്. നീ എന്റെ നൈറ്റ് വല്ല അഴുക്ക് കൊണ്ടുവന്ന് നോക്കി. ചിലരുണ്ട് ഇങ്ങനെ ഒരു പിടുത്തമാണ്, അങ്ങനെ പിടിക്കുമ്പോഴാണ് ഈ അഴുക്ക് മൊത്തം നൈറ്റിയെ പറ്റുന്നത്. നൈറ്റിയുടെ രണ്ട് സൈഡും കറുത്തിരിക്കും. നീ വെച്ച് എന്നെ കൊണ്ട് ചെയ്യാൻ എൻ്റെ തുണി അഴുക്കാക്കുന്നത്. അതിനോട് ഒരു തുണി ഇവിടെ കാണുന്നത് കൈ തുടയ്ക്കാനായിട്ട്. കവറിന്റെ ശകലം പിന്നെന്താ ഇത് പഴംപൊരി പൊരിച്ചെടുക്കുന്നത്. തിരിച്ച് പൊറിച്ചിട്ടുണ്ട്. അത് മേടിക്കാനാ, സത്യമായിട്ട് മേടിക്കാനാ.
ഇവരെ കൊണ്ട് കാണിക്കാൻ. അടങ്ങിയിരിക്ക. അയ്യോ പോയില്ല അത്. പോയി പോയി മുഖത്തെന്തുവാ? ദേഹത്ത് തൊടാൻ പറ്റത്തില്ല. ഇല്ല കണ്ണി കുത്തിക്കോളാം. അയ്യോ പോയി പോയി. ആ പോയി. ഇതാണ്ട് പോയി. ഏതോ ഒരു സീരീസിന്റെ 1000ാമത്തെ എപ്പിസോഡ് അങ്ങനെയുണ്ടെന്ന് പറയുന്നത് അവൻ തന്നെ എന്നോട് പറഞ്ഞു. അത് കാണാൻ തുടങ്ങി. അവൻ പറ്റില്ല. നീ അതിനുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവൻ ചതിക്കുകയല്ല. നീ അവന്റെ കൂടെ ഒന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എല്ലാം വന്ന് എന്നോട് പറയും. പക്ഷെ അവനോട് ഒരു കുഴപ്പമില്ല. അവന് ഇനിയിപ്പോ മാർക്ക് വല്ലതും കുറഞ്ഞ എന്നെ ഒന്നും പറഞ്ഞേക്കില്ല. എന്നിട്ട് പറയും അച്ചു അറിഞ്ഞിട്ടും അച്ചു പറഞ്ഞില്ലെന്ന് പറയും. അത് പറയും. പിന്നെന്താ ഈ 10 തുടങ്ങിയപ്പോ ഞങ്ങളോട് +2 എന്നോട് +2 തുടങ്ങിയപ്പോഴും പറഞ്ഞല്ലോ സീരിയസ് ഫോൺ ഒന്നും എടുക്കേണ്ടത് പറഞ്ഞു. നീ ഒന്നും എടുത്തിട്ടില്ലേ? ചുമ്മാ ഷോർട്സ് എല്ലാം കാണാനായിട്ട് വരെ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യും. നമ്മുടെ പഴംപൊരി സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇവളെവിടെ ഇരുന്ന് ആ കൊച്ചിന്റെ കുറ്റവും പറഞ്ഞോണ്ടിരിക്കുവാണ്. കുറ്റമൊന്നുമല്ല. അവനോട് വേണം ചോദിച്ചു. അവൻ കേട്ടോണ്ടോ അച്ഛൻ പ്രതീക്ഷിച്ചില്ല. കണ്ണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അവൻ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അവനെ പഠിക്കണം. അവൻ എന്നെയാ പേടിക്കണ്ടേ. എന്നാ നീ എന്തിനാ പേടിക്കണ്ടേ? ഞാൻ മൂത്തത് മൂത്തു. നീ മൂത്തു. ഒരു പാത്രം എടുത്തോണ്ട് അപ്പുറത്തുനിന്ന് സ്റ്റീലിന്റെ ആണെങ്കിലും മതി. വേണ്ട, ഞാൻ പോയി എടുത്തോളാം. എനിക്ക് കുഴപ്പമില്ല. ചുമ്മാ ഇരിക്കുമല്ലേ. അച്ഛൻ തന്നെ പഠിക്കുന്നുണ്ടോ? ഈ പഴത്തിന്റെ എല്ലാം പെറുക്കി കളയാൻ വന്നിട്ടിടുന്നു. അങ്ങോട്ട് ഒതുക്കി വെച്ചു. വേസ്റ്റ് എല്ലാം കളയണ്ട. കാണാത്ത കാടുണ്ടോ കാണാത്ത കാട്ടിൽ വെക്കും. അപ്പം ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കട്ടെ, എന്നിട്ട് കാണാം. അല്ലെ പിന്നെ ഞങ്ങളിവിടെ പറയുന്ന മൊത്തം ഇതിനകത്ത് വരും. പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൈദയും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി സോഡാപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ്. ഇതാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കി തരാമോ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഞാൻ ഇച്ചിരി ലൂസായിട്ടങ്ങ് എടുക്കും. ഇന്നിപ്പം ഞാൻ ഇച്ചിരി ഇതായിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ബോണ്ടാച്ചേട്ടനും റെഡിയായി. കളറ് ഇതിന് വലിയ കളർ വന്നില്ല കേട്ടോ. ആദ്യം ഉണ്ടാക്കിയത് നല്ല കളർ കിട്ടി. ബോണ്ട 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 റെഡി. തീർന്നു. ഇപ്പം ഞങ്ങളിനി കാപ്പിയൊക്കെ കുടിക്കട്ടെ. ഇന്ന് അപ്പു വന്നിട്ടില്ല. അതുകൊണ്ട് ഒരച്ഛനും മോനും കൂടെ ഇന്ന് ഭയങ്കര വണ്ടി കഴിച്ച. എന്നേടാ ഒളിഞ്ഞു നോക്കുന്നേ? അവനതൊഴിന്ന് ഒളിഞ്ഞു നോക്കുന്നതന്നെ. ഇതാണ് ഞാൻ പറഞ്ഞത് ബോണ്ട പോലത്തെ സംഭവം. പേരൊന്നും ഇല്ല കേട്ടോ അതിന് പ്രത്യേകിച്ച്. പഴംപൊരി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ബാക്കി മാവിനകത്ത് ഒരിച്ചിരി പഞ്ചസാരയും ഒരിച്ചിരി സോഡാപ്പൊടിയും കൂടെ ചേർക്കുക. ഇത് മഞ്ഞൾ ചേർന്നേക്കുന്നതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. ഇതിവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ പഴംപൊരി എല്ലാം ഇതായി ഇടയ്ക്ക് ഒരെണ്ണം ചെറിയതായിട്ടുണ്ടെന്ന് അത് പിന്നെ അങ്ങനെ അങ്ങ് എടുത്തു. നല്ല ചൂടാട്ടോ, ചൂടാകട്ടെ എന്നിട്ട് കഴിക്കാം. ഇപ്പം നമ്മുടെ കട്ടനും ഒക്കെ ഇങ്ങനെ എത്തി കേട്ടോ. നല്ല ചൂട് കട്ടനും പഴംപൊരി. ഇതുവരെ തൊണ്ടയുടെ ഒരു കിസ് കിസ് മാറി കിട്ടിയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്.
അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ട് ചുമ്മാ അങ്ങ് പോകരുതേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് പോകാവുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.